നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഇതിപ്പോൾ മെസ്സിയും ക്രിസ്ത്യാനോ റൊണാൾഡോ ഒന്നും ഇല്ലെങ്കിൽ കളികൾ മാറ്റിവെക്കേണ്ട അവസ്ഥയാണ് കേട്ടോ. പ്രത്യേകിച്ച് പ്രീ സീസൺ ടൂർ, ഫ്രണ്ട്ലി മത്സരങ്ങളൊക്കെ മയാമിയുടെ കളി കാണാൻ വേണ്ടി ആളുകൾ ഇടിച്ചു കയറി ടിക്കറ്റ് എടുക്കുന്നത് മെസ്സിയെ കാണാൻ തന്നെയാണ്. അൽ നസറിൻ്റെ കളി കാണാൻ വേണ്ടി ആളുകൾ ഇടിച്ചു കയറുന്നുണ്ടെങ്കിൽ അത് ക്രിസ്ത്യാനോ റൊണാൾഡോയെ കൊണ്ട് തന്നെയാണ്. പ്രീ സീസണിൽ അവരെ കാണിച്ചുകൊണ്ടായിരിക്കും സ്വാഭാവികമായിട്ടും കളികൾ വിറ്റ് പോയിട്ടുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് അവരില്ലെങ്കിൽ പ്രശ്നമാവുന്ന കാര്യം ഉറപ്പാണ്. അപ്പോൾ കളിക്കാരില്ലാത്തത് കൊണ്ട് കളി മാറ്റിവെച്ച സംഭവം വീണ്ടും സംഭവിക്കുന്നു. മുമ്പ് കളി കാണാൻ വേണ്ടി യുദ്ധം മാറ്റിവെച്ച കഥ പെലെയുടെ കാര്യത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. പെലെയുടെ കളി കാണാൻ വേണ്ടി യുദ്ധം നിർത്തിവെച്ച കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഇവിടെ കളിക്കാരില്ലാത്തത് കൊണ്ട്, കളിക്കാരില്ല എന്ന് പറഞ്ഞാൽ ഒരു കളിക്കാരനില്ല, അതുകൊണ്ട് ആ കളി വേണ്ട എന്ന് തീരുമാനിക്കുന്ന സംഭവം ആവർത്തിക്കുന്നു. ഗോട്ട് എന്ന് വിളിപ്പേര് അത് മെസ്സിക്ക് മാത്രമെന്ന് മെസ്സി ആരാധകരും, അല്ല ക്രിസ്ത്യാനോക്ക് മാത്രമെന്ന് ക്രിസ്ത്യാനോ ആരാധകരും, ഇനിയിപ്പോൾ രണ്ടുപേരെ വിളിച്ചാലും കുഴപ്പമില്ലെന്ന് മറ്റുള്ളവരൊക്കെ പറയുന്നൊരു സ്ഥിതിയിലാണ്. അതായത് ഇതൊക്കെ തന്നെയാണ് ഈ ഒരു ഗോട്ട് ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞത്. ഈ കളിക്കാരില്ലെങ്കിൽ ആ കളിയെ വേണ്ടെന്ന് വെക്കുന്നത്. ഇപ്പോൾ നോക്കുക, നാളെ പ്യൂട്ടോറിക്കയിൽ വെച്ച് ഇൻഡിപെൻഡൻ്റ് ഡി വെല്ലെ എന്ന ക്ലബ്ബുമായിട്ട് ഇൻ്റർ മയാമി ഫ്രണ്ട്ലി മത്സരം കളിക്കേണ്ടതാണ്. അവരുടെ ചാമ്പ്യൻസ് ടൂർ, പ്രീ സീസൺ ടൂറിൻ്റെ ഭാഗമായുള്ള അവസാന മത്സരമായിരുന്നു അത്. ടിക്കറ്റൊക്കെ വിറ്റുകഴിഞ്ഞാണ്. അപ്പോഴാണ് ലയണൽ മെസ്സിക്ക് ഇഞ്ചുറി, അദ്ദേഹത്തിന് കളിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കുന്നത്. വലിയ പ്രശ്നങ്ങളിലേക്കൊന്നും പോവാതിരിക്കാൻ വേണ്ടി കളി മാറ്റിവെച്ചു എന്ന് ഒഫീഷ്യലി ഇൻ്റർ മയാമി അറിയിച്ചു. ഫെബ്രുവരി 26 ഇനി ആ കളി നടക്കുക എന്ന് മെസ്സിയും പോസ്റ്റ് ഇട്ടു. ഇതേപോലെയുള്ള സംഭവവികാസങ്ങൾ നിങ്ങൾ മുമ്പ് കണ്ടത് ഓർമ്മയുണ്ടാ? 2024 ആ സംഭവം. 2024 ജനുവരി ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ടീമിൻ്റെ കളി ഹോങ്കോങ്ങിൽ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. 2 മത്സരങ്ങളാണ് അന്ന് അവിടെ സംഘടിപ്പിച്ചിരുന്നത്. ക്രിസ്ത്യാനോക്ക് ആ സമയത്ത് പരിക്കുണ്ട്, എന്നിട്ടും അദ്ദേഹം ഹോങ്കോങ്ങിലേക്ക് ട്രാവൽ ചെയ്തു. ഒടുവിൽ കളിക്കണ്ട എന്ന് തീരുമാനിച്ചു. ക്രിസ്ത്യാനോ കളിക്കണ്ട എന്ന് തീരുമാനിച്ചു. ക്രിസ്ത്യാനോ കളിക്കുന്നില്ലെങ്കിൽ കളി വേണ്ട എന്ന ആരാധകരും പ്രശ്നമാക്കി. ഒടുവിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ മാധ്യമങ്ങളുടെയൊക്കെ മുന്നിലൊക്കെ വന്ന് സംഗതിയൊക്കെ വിശദീകരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം വരെ ഉണ്ടായി. ഒടുവിൽ ആ കളികൾ ക്യാൻസൽ ചെയ്യപ്പെടുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇതാണ് ഇവർ രണ്ടുപേരും ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ്. അവരില്ലെങ്കിൽ കളിയേ വേണ്ട എന്ന് ചിന്തിക്കുന്ന ആരാധകർ ഫുട്ബോൾ ലോകത്തെമ്പാടുമുണ്ട്. ഈ ഒരു ഇമ്പാക്റ്റ് മറ്റാർക്കെങ്കിലും ഇപ്പോൾ ഫുട്ബോൾ ലോകത്ത് ഉണ്ടാക്കാൻ കഴിയുമോ എന്നുള്ളതൊരു ബിഗ് ക്വസ്റ്റ്യനാണ്. ഇല്ല എന്ന് തന്നെയാണ് യാഥാർത്ഥ്യബോധത്തോടു കൂടിയുള്ള മറുപടി. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.